എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥ തുടരുകയാണ്. അധ ദ്വിതീയോധ്യായ, രണ്ടാം അധ്യായം, സൂതൻ്റെ കഥാരംഭം. വ്യാസൻ പറഞ്ഞു, മുനിമാരുടെ ചോദ്യം ശ്രവിച്ച സൂത പൗരാണികൻ അത്യധികം സന്തുഷ്ടനായിത്തീർന്നു. അദ്ദേഹം അവരെ അഭിനന്ദിച്ചുകൊണ്ട് പറയുവാൻ ആരംഭിച്ചു. അതിനു മുൻപായി അദ്ദേഹം ശുഗബ്രഹ്മർഷിയെ നമിച്ചു. ഉപനയന കർമ്മങ്ങളൊന്നും കൂടാതെ വിരക്തനായി സന്യാസം സ്വീകരിച്ച ശ്രീശുകനെ കണ്ടിട്ട് വ്യാസമഹർഷി വിരഹദുഃഖത്തോടുകൂടി പുത്ര എന്ന് നീട്ടി വിളിച്ചപ്പോൾ സമീപത്തുണ്ടായിരുന്ന വൃക്ഷങ്ങൾ അതിന് മറുപടി പറഞ്ഞു. സർവചരാചരങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ശ്രീശുകനെ ഞാൻ വന്ദിക്കുന്നു. സ്വപ്രഭാവത്തോടുകൂടിയതും സർവ വേദങ്ങളുടെയും സാരമായിരിക്കുന്നതും അദ്വിതീയവും അജ്ഞാനാന്ധകാരത്തെ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംസാരികൾക്ക് ആധ്യാത്മദീപമായിരിക്കുന്നതുമായ പുരാണ ഗുഹ്യത്തെ യാതൊരാളാണോ കാരുണ്യം നിമിത്തം ഉപദേശിച്ചു കൊടുത്തത്, മുനിമാർക്കും ഗുരുവായ വ്യാസപുത്രനെ, അതായത് ശ്രീശുകനെ ഞാൻ നമിക്കുന്നു. നാരായണനെയും നരോത്തമനായ നരനെയും സരസ്വതീ ദേവിയെയും വേദവ്യാസനെയും നമസ്കരിച്ചിട്ട് ജയമെന്ന് പേരോടുകൂടിയ ഈ ശാസ്ത്രം പറയണം. സൂതൻ പറഞ്ഞു, അല്ലയോ മുനിമാരെ, നിങ്ങൾ എന്നോട് അത്യുത്തമമായ ചോദ്യം ചോദിച്ചിരിക്കുന്നു. ലോകത്തിന് മംഗളം നൽകുന്നതും ശ്രീകൃഷ്ണ സംബന്ധമായതുമായ ഈ ചോദ്യം തന്നെ മനസ്സിന് പ്രസാദം നൽകുന്നു. ഫലാപേക്ഷയില്ലാത്തതും വിഘ്നങ്ങൾക്കതീതവുമായ ഭക്തിയോടുകൂടി ഭഗവാനെ ഉപാസിച്ചാൽ തന്നെ മനസ്സ് പ്രസന്നമായിത്തീരും. ഭഗവാൻ വാസുദേവനിൽ ഭക്തിയുണ്ടായാൽ തന്നെ കേവല ജ്ഞാനവും വൈരാഗ്യവും സിദ്ധിക്കുന്നു. സ്വധർമാനുഷ്ഠാനത്തിൻ്റെ ഫലമായി മനുഷ്യർക്ക് ഭഗവത് കഥകളിൽ രതി ജനിക്കുന്നില്ലെങ്കിൽ അവയെല്ലാം വ്യർത്ഥം തന്നെയാണ്. ധർമാനുഷ്ഠാനത്തിൻ്റെ പരമലക്ഷ്യം മോക്ഷമാണ്, അല്ലാതെ അർത്ഥസമ്പാദനമോ കാമമോ അല്ല. കാമം മൂലം ലഭിക്കുന്ന ഇന്ദ്രിയ സുഖം ശാശ്വതമല്ല. ജീവിതത്തിൻ്റെ ലക്ഷ്യം തത്വജ്ഞാനമാണ്, അല്ലാതെ കർമ്മം കൊണ്ട് അർത്ഥം സമ്പാദിക്കുകയല്ല. അദ്വയജ്ഞാനമാണ് യഥാർത്ഥ തത്വമെന്ന് തത്വജ്ഞാനികൾ പറയുന്നു. ആ തത്വത്തെ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ വിവിധ നാമങ്ങളിൽ പ്രകീർത്തിക്കപ്പെടുന്നു. തത്വം മനസ്സിലാക്കിയ മുനിമാർ ജ്ഞാനവൈരാഗ്യയുക്തരായി വേദാന്ത സിദ്ധാന്തങ്ങൾ കൊണ്ട് സ്വാത്മാവും പരമാത്മാവും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തെ അറിയുന്നു. അല്ലയോ മുനിശ്രേഷ്ഠരെ, മനുഷ്യർ വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഭഗവത് പ്രീതി സമ്പാദിക്കുന്നതിനാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഏകാഗ്രചിത്തരായി ശ്രവിക്കേണ്ടതും കീർത്തിക്കപ്പെടേണ്ടതും ധ്യാനിക്കപ്പെടേണ്ടതും പൂജിക്കപ്പെടേണ്ടതും സജ്ജനങ്ങളുടെ പതിയായ ഭഗവാനെയാണ്. യാതൊരു ഭഗവാന്റെ ഉപാസന കൊണ്ടാണോ കർമ്മഗ്രന്ഥികൾ ഛേദിക്കപ്പെടുന്നത്, അപ്രകാരമുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളിൽ ആർക്കാണ് താല്പര്യമുണ്ടാകാതിരിക്കുക? അല്ലയോ മുനിമാരെ, ശ്രവണേച്ഛുവും ശ്രദ്ധായുക്തനുമായവന് പുണ്യതീർത്ഥ സേവ കൊണ്ടും സജ്ജന സേവ കൊണ്ടും ഭഗവാൻ വാസുദേവന്റെ കഥകളിൽ പ്രിയം ജനിക്കുന്നു. പുണ്യം നിറഞ്ഞ ശ്രവണകീർത്തനത്തോടുകൂടിയവനും സജ്ജനങ്ങളുടെ സുഹൃത്തുമായ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ കഥകൾ കേൾക്കുന്നവരുടെ ഹൃദയമാലിന്യത്തെ നശിപ്പിക്കുന്നു. നിരന്തരം ഭാഗവതന്മാരെ സേവിക്കുന്നത് കൊണ്ട് സർവവിധത്തിലുള്ള അമംഗളങ്ങളും നശിക്കുകയും അങ്ങനെ ഭഗവാനിൽ സ്ഥിരമായ ഭക്തി ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ മനസ്സ് രജസ്തമോഭാവങ്ങളുടെ ഫലമായുണ്ടാകുന്ന കാമലോഭാദികളിൽ നിന്ന് മോചനം നേടി സ്വത്വത്തിൽ സ്ഥിരമായി നിന്ന് പ്രകാശിക്കുന്നു. ഇപ്രകാരമുള്ള ഭക്തിയോഗം കൊണ്ട് പ്രശാന്തചിത്തനും വിരാഗിയുമായി തീർന്നവന് ഭഗവാന്റെ തത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാകുന്നു. സ്വാത്മാവിൽ ഈശ്വരനെ ദർശിക്കാനാവുമ്പോൾ അവൻ്റെ ഹൃദയഗ്രന്ഥി ഭേദിക്കപ്പെടുകയും സർവ സംശയങ്ങളും ഛേദിക്കപ്പെടുകയും
സർവ കർമ്മങ്ങളും ക്ഷയിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വിദ്വാൻമാർ എല്ലായ്പ്പോഴും ഭഗവാൻ വാസുദേവനിൽ ഭക്തിയോടുകൂടിയിരിക്കുന്നത്. സത്വം, രജസ്, തമസ് എന്നിവ പ്രകൃതിയുടെ ഗുണങ്ങളാണ്. ഏകനായ പരംപുരുഷൻ തന്നെ ഈ ഗുണങ്ങളോട് ചേർന്ന് വിശ്വത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾക്ക് വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ നാമങ്ങളിൽ വർത്തിക്കുന്നു. അതുകൊണ്ട് ശ്രേയസിനെ കാക്ഷിക്കുന്ന മനുഷ്യൻ സത്വഗുണയുക്തനായ വിഷ്ണുവിനെ ആരാധിക്കണം. ഭൂമിയിൽ നിന്നുണ്ടായ അരണിയേക്കാൾ അതിൽ നിന്നുണ്ടായ ധൂമം ശ്രേഷ്ഠമാകുന്നു. ത്രയീമയമായ അഗ്നി അതിനേക്കാൾ ശ്രേഷ്ഠമാകുന്നു. അതുകൊണ്ട് രജസ് തമസിനേക്കാൾ ശ്രേഷ്ഠമാകുന്നു. ബ്രഹ്മദർശനത്തെ നൽകുന്ന സത്വം രജസ്സിനേക്കാൾ ശ്രേഷ്ഠമാകുന്നു. അതുകൊണ്ട് പ്രാചീനരായ മുനിമാർ വിശുദ്ധ സത്വസ്വരൂപിയായ വിഷ്ണുവിനെ ഉപാസിച്ചു. യാതൊരുവനാണോ അവരെ അനുകരിച്ച് വിഷ്ണുവിനെ ഭജിക്കുന്നത് അവർക്ക് സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സിദ്ധമാകുന്നു. മോക്ഷത്തെ കാക്ഷിക്കുന്നവർ ഘോരരൂപികളായ ഭൂതനാഥന്മാർ തുടങ്ങിയ ക്ഷുദ്രമൂർത്തികളെ ഉപേക്ഷിച്ചിട്ട് ശാന്തചിത്തരായി ഭഗവാൻ നാരായണന്റെ കലകളെ ഭജിക്കുന്നു. എന്നാൽ രജസും തമസും കലർന്ന സ്വഭാവത്തോടു കൂടിയവരും സമ്പത്ത്, സന്തതി മുതലായവയെ കാക്ഷിക്കുന്നവരുമായവർ പ്രജാപതിമാർ, പിതൃക്കൾ, ഭൂതഗണങ്ങൾ മുതലായവരെ ഭജിക്കുന്നു. സർവവേദങ്ങളും വാസുദേവനിൽ താൽപ്പര്യത്തോടു കൂടിയവരാണ്. യജ്ഞങ്ങളും യാഗങ്ങളും ക്രിയകളും ജ്ഞാനവും തപസ്സും ധർമ്മവും മോക്ഷവും എല്ലാം വാസുദേവനെ ആശ്രയിച്ചിരിക്കുന്നു. ആദിയിൽ നിർഗുണനും സർവവ്യാപിയും ആയ വാസുദേവൻ തന്നെ സത്തും അസത്തും ചേർന്നതും ത്രിഗുണാത്മകവുമായ ഈ പ്രപഞ്ചത്തെ സ്വാത്മായ കൊണ്ട് സൃഷ്ടിച്ചു. അനന്തരം അദ്ദേഹം ത്രിഗുണാത്മകമായ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ഗുണവാനെന്ന പോലെ വിജ്ഞാനസ്വരൂപത്തിൽ പ്രകാശിക്കുന്നു. വിറകിലെ അഗ്നി നാനാരൂപത്തിൽ ശോഭിക്കുന്നത് പോലെ വിശ്വാത്മാവായ നാരായണനും ചരാചരങ്ങളിൽ നാനാരൂപത്തിൽ വിളങ്ങുന്നു. ഇപ്രകാരം ഭഗവാൻ സ്വസൃഷ്ടമായ വസ്തുക്കളിലെ സൂക്ഷ്മഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ആത്മാവ് എന്നിവയിൽ പ്രവേശിച്ചിട്ട് അതാതിൻ്റെ ഗുണങ്ങളെ അനുഭവിക്കുന്നു. ലോകരക്ഷകനായ നാരായണൻ തൻ്റെ സാത്വിക ഭാവം കൊണ്ട് ദേവന്മാർ, പക്ഷിമൃഗാദികൾ, മനുഷ്യർ മുതലായവയുടെ രൂപത്തിൽ കേവലം ലീലാർത്ഥം അവതരിച്ച് ലോകരക്ഷ ചെയ്യുന്നു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ ദ്വിതീയോധ്യായഃ. അങ്ങനെ 2-ാം അധ്യായം സമാപിച്ചു. ഇനി 3-ാം അധ്യായം അടുത്ത വീഡിയോയിൽ. നന്ദി, നമസ്കാരം.